നെക്സ്റ്റ് ക്രിമിനൽ ലയബിലിറ്റി. ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നത് ഓഡിറ്റർ പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ വിൽഫുള്ളി ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് മുഖാന്തരം ഉണ്ടാകുന്ന ലയബിലിറ്റിയാണ് ക്രിമിനൽ ലയബിലിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വരുന്ന കുറേ സെക്ഷൻസ്. ഇത് ഫസ്റ്റ് വൺ, മേക്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ കൊടുക്കുക. അതിന് പണിഷ്മെൻറ്റ് ലയബിളുമാണ്. അതുപോലെ തന്നെ പണിഷ്മെൻറ്റ് 6 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഇങ്ങനെയൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റർ കൊടുത്താൽ. ഇതൊരു ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒമിഷൻസ് നടത്തുകയോ അല്ലെങ്കിൽ ഇൻക്ലൂഷൻസ് നടത്തുകയോ ചെയ്താൽ അതും ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതും പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്നതും 6 to 10 years വരെ ഇംപ്രിസൺമെൻറ്റ് കിട്ടാവുന്ന കുറ്റവുമാണ്. അടുത്തത്, ഒരു കമ്പനി ഫോം ചെയ്യാതെ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. ഇതും 3 വർഷം മുതൽ 3 വർഷം വരെ ഇംപ്രിസൺമെൻറ്റും അതുപോലെ തന്നെ 50,000 മുതൽ 3 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതെല്ലാം ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ഒരു വ്യക്തിയെ ഫ്രോഡുലൻ്റായിട്ട് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഫ്രോഡുലൻ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രേരിപ്പിക്കുന്നതും ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വിൽഫുള്ളി ഒരു ഡീഫോൾട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഫോൾസ് എവിഡൻസ് പർപ്പസ്ഫുള്ളി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഇൻസ്പെക്ടറെ ഹെൽപ്പ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അതും ഒരു ക്രിമിനൽ പരിധിയിൽ വരുന്നതാണ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന കേസിൽ ആ ഇൻസ്പെക്ടറെ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന കേസും ക്രിമിനൽ ലയബിലിറ്റിയുടെ കേസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രോസിക്യൂഷൻ്റെ പ്രൊസീഡിങ്സിന് അസിസ്റ്റ് ചെയ്യാതിരിക്കുന്നതും ക്രിമിനൽ ലയബിലിറ്റിയുടെ പരിധിയിൽ വരുന്നതാണ്. ഇത്രയുമാണ് ക്രിമിനൽ ലയബിലിറ്റീസ് വരാവുന്ന കേസുകൾ. ഇതിൻ്റെ ഒരു കേസ് ലോസ് പറഞ്ഞാൽ, ഡംബൽ ബാങ്കിങ് കമ്പനി ലിമിറ്റഡ് അവരുടെ ഓഡിറ്ററുടെ എതിരെ ഫോൾസ് ബാലൻസ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിനെതിരെ ഒരു ഡിസ്പ്യൂട്ട് ഫയൽ ചെയ്തു. അതിൽ കോടതി ആ വാദം ശരിയാണെന്ന് തെളിയുകയും ഓഡിറ്ററുടെ ഭാഗത്തു നിന്നുള്ള ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ മാറ്റമൊന്നും കണ്ടെത്തുകയും അവരെ ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യുകയും അവരെ ഇംപ്രിസൺമെൻറ്റിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഇതാണ് ക്രിമിനൽ ലയബിലിറ്റി ആയിട്ട് ഉള്ള കേസുകളിൽ ഇംപ്രിസൺമെൻറ്റും ഫൈനും അതുപോലെ തന്നെ റെസ്പോൺസിബിളും ആയിരിക്കും. ഇങ്ങനെയുള്ള ക്രിമിനൽ ലയബിലിറ്റി അല്ലെങ്കിൽ ക്രിമിനൽ കേസസിൽ അല്ലെങ്കിൽ ക്രിമിനൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ കേസസിൽ ഇങ്ങനെ ഇംപ്രിസൺമെൻറ്റും ഉണ്ടാവും. ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്ന അതേ നടപടിക്രമമായിരിക്കും ഇങ്ങനെയുള്ള കേസിൽ ഉണ്ടാകുന്നത്. അത് ഓഡിറ്റർ ആണെങ്കിലും അവിടെ ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാകാം, ഫൈൻ ഉണ്ടാകാം. അതുപോലെ തന്നെ ആ പർട്ടിക്കുലർ ഇൻസിഡൻറ്റിനുള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റി ആ കൺസേൺഡ് ഓഡിറ്റർക്ക് മാത്രം ഉള്ളതായിരിക്കും.
ഇതിനടുത്തത് ലയബിലിറ്റി അണ്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്റ്റിൽ വരുന്ന പ്രൊവിഷൻസ് അല്ലെങ്കിൽ ആക്റ്റിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന ലയബിലിറ്റിയാണ് ഇതിൻ്റെ കേസിൽ വരുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പാലിക്കേണ്ട അല്ലെങ്കിൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ വരുന്ന കേസസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്റ്റിൽ വരാവുന്ന 4 കേസുകൾ പറയുന്നത്, ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോപ്പർലി ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്ന കേസിൽ, അതുപോലെ തന്നെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന കേസിൽ, പിന്നെ അടുത്തത് പ്രൊഫഷണൽ ഡ്യൂട്ടീസ് കണ്ടക്ട് ചെയ്യുന്നതിൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കാണിക്കുന്നത്, അതുപോലെ തന്നെ സഫിഷ്യൻ്റ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പരാജയപ്പെടുന്നത്, അതുപോലെ തന്നെ മെറ്റീരിയൽ ഡിപ്പാർച്ചർ ഓഡിറ്റ് ചെയ്യപ്പെടാതെ പോവുക അല്ലെങ്കിൽ അതിനകത്ത് അറ്റൻഷൻ കൊടുക്കാൻ കഴിയാതെ വരുന്നതുമായ സിറ്റുവേഷൻസാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ടിൻ്റെ കേസിൽ ലയബിളാകാനുള്ള 5 കേസുകൾ. ഈ പറഞ്ഞ 5 കേസുകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ആക്റ്റിൽ വരുന്ന ലയബിളായിട്ടുള്ള 5 കേസസ്. ഇനി ഒരു ഓഡിറ്റർ പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റ് നടത്തിയാൽ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് 1,00,000-ൽ കുറയാത്ത ഫൈന് അല്ലെങ്കിൽ എത്രയാണോ ഫീ റിസീവ് ചെയ്ത് അതിൻ്റെ 5 ഇരട്ടിയോ ആയിരിക്കും പെനാൽറ്റി ആയിട്ട് ചുമത്തുന്നത്. അതുകൂടാതെ 10,00,000-ൽ കുറയാത്ത ഫൈനും, അതുപോലെ തന്നെ റിസീവ് ചെയ്ത ഫീസിൻ്റെ 10 ഇരട്ടി, ഇങ്ങനെ ഇതിലേതെങ്കിലും പെനാൽറ്റിയാണ് മിസ്കണ്ടക്റ്റിൻ്റെ പേരിൽ കൊടുക്കുന്ന പെനാൽറ്റി. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഓഫ് ഇന്ത്യയുടെ മെമ്പർ സ്ഥാനം ഡീബാർ ചെയ്യുകയും ചെയ്യും. മിസ്കണ്ടക്റ്റിൻ്റെ പേരിൽ, പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിൻ്റെ പേരിൽ 2 തരത്തിലാണ് പെനാൽറ്റി കൊടുക്കുന്നത്. ഒന്ന് ഫൈൻ്റെ രൂപത്തിലും മറ്റൊന്ന് മെമ്പർഷിപ്പ് ഡീബാർ ചെയ്യും. പെനാൽറ്റി ഒന്നുകിൽ 1,00,000 രൂപയോ അല്ലെങ്കിൽ അതിൻ്റെ ആ മിസ്കണ്ടക്റ്റിൻ്റെ പരിധി അനുസരിച്ച് 10,00,000 രൂപ വരെയോ ആകാം. അടുത്തത് മെമ്പർഷിപ്പ് ഡീബാർ ചെയ്യുക. ഇങ്ങനെ 2 പെനാൽറ്റിയാണ് പ്രൊഫഷണൽ മിസ്കണ്ടക്റ്റിന് കൊടുക്കുന്നത്. ലയബിലിറ്റീസ് അണ്ടർ അതർ ആക്ട്സ്, അതായത് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് പ്രകാരം ഓഡിറ്റർ ചില കേസുകളിൽ ലയബിളാകാം. അതായത് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഫർണിഷ് ചെയ്യുകയും അതുവഴി ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്താൽ അത് ഇന്ത്യൻ പീനൽ കോഡ് IPC സെക്ഷൻ 197 പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. അതുപോലെ തന്നെ ലയബിലിറ്റി അണ്ടർ ബാങ്കിങ് കമ്പനീസ് ആക്ട് പ്രകാരം ഫോൾസ് ബാലൻസ് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഫോൾസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിൽഫുള്ളി പ്രിപ്പയർ ചെയ്യുന്നതും ക്രിമിനൽ കുറ്റമാണ്. അതും 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഇൻകം ടാക്സ് ആക്ട് 1961. ഓഡിറ്റർ ഏതെങ്കിലും തരത്തിൽ ഇൻകം മറച്ചു വെച്ചുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്ന് അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ ഒഴിവ് നേടുകയോ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതും പണിഷബിൾ ഒഫൻസാണ്. ഇത് ഇംപ്രിസൺമെൻറ്റും ഫൈനും കിട്ടാവുന്ന കുറ്റമാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു മാറ്റർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്
കൺസ്യൂമറുടെ താൽപ്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിലെ ഒരു കുറ്റമാണ്. അതിൻ്റെ പേരിലും ഓഡിറ്റർ പണിഷബിൾ ആയിരിക്കും. ദെൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. ഓഡിറ്ററുടെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉണ്ടായാൽ അതും ക്രിമിനൽ ലയബിലിറ്റിയുടെ അല്ലെങ്കിൽ പണിഷബിൾ ഒഫൻസായിട്ട് വരുന്നതാണ്. അതിൻ്റെ പേരിലും എന്താണ് ഓഡിറ്റർക്ക് ലയബിലിറ്റി ഉണ്ടാകാം. ഇങ്ങനെ 5 കേസിലാണ് അതർ ആക്ട്സിൻ്റെ കേസിൽ ഓഡിറ്റർക്ക് ലയബിലിറ്റി ഉണ്ടാകുന്നത്. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ്, മറ്റേത് ബാങ്കിങ് കമ്പനീസ് ആക്ട്, ദെൻ ഇൻകം ടാക്സ് ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ദെൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. ദെൻ അടുത്തത് ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. അതായത് ഓഡിറ്ററിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിസിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി, അത് ബാങ്കർ ആവാം, ടാക്സ് അതോറിറ്റി ആവാം, ഗവൺമെൻറ് ആകാം, ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് ആകാം, ഇവരിൽ ആരെങ്കിലും ഓഡിറ്ററുടെ സർട്ടിഫിക്കറ്റ് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിലേ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത് വഴി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററുടെ ഫോൾസ് സർട്ടിഫിക്കറ്റ് കാരണം അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്കും ഓഡിറ്റർ റെസ്പോൺസിബിൾ ആയിരിക്കും. അതാണ് ഓഡിറ്റേഴ്സ് ലയബിലിറ്റി ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. ഇങ്ങനെ ബാങ്കേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, ഗവൺമെൻറ് പോലുള്ള ആൾക്കാർ ഓഡിറ്റർ സർട്ടിഫിക്കറ്റ്സിനെ ഫർദർ എൻക്വയറി കൂടാതെ റിലേ ചെയ്യുകയും അതുവഴി വരുന്ന നഷ്ടങ്ങൾക്ക് ഓഡിറ്റർ ലയബിളുമായിരിക്കും. ലയബിലിറ്റി ഓഫ് ആൻ ഓണററി ഓഡിറ്റർ. ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിലോ അതുപോലെയുള്ള ഒരു സോഷ്യൽ ഓർഗനൈസേഷനോ ക്ലബിൻ്റെ ഒരു കേസിൽ ഒരു ഓഡിറ്റർ ഈവൻ റെമ്യൂണറേഷൻ മേടിക്കാതെ പോലും നടത്തിയ ഓഡിറ്റ് വർക്കാണെങ്കിൽ പോലും അതിൽ ഏതെങ്കിലും തരത്തിലൊരു മിസ്ഫീസൻസോ നെഗ്ലിജൻസോ കാരണം എന്തെങ്കിലും ലോസ് അവർക്കുണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡിക്ലറേഷൻ ഓഡിറ്ററുടെ ഡിക്ലറേഷൻ വിശ്വസിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ലോസ് അവർക്ക് സഫർ ചെയ്യേണ്ടി വന്നാൽ ആ ലോസിനും ഓഡിറ്റർ ലയബിളായിരിക്കണം. ഈവൻ റെമ്യൂണറേഷൻ മേടിക്കാതെ ചെയ്ത വർക്കാണെങ്കിൽ പോലും പെയ്ഡ് ഓഡിറ്ററുടെ അതേ ലയബിലിറ്റി തന്നെ ഈ കേസിൽ ഓണററി ഓഡിറ്റർക്കും ഉണ്ടായിരിക്കും. ഇത്രയാണ് മൊഡ്യൂൾ 4-ലുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓഡിയോ കേട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്